Reverend Dr. Davis Chengeniyadan, Director of Sahridaya College of Advanced Studies, Father Sebin Edatagaran, Sports Director of Sahridaya College of Advanced Studies, my dear colleagues, my dear students and parents. Today I am before you to talk to you something about the physical fitness and its importance. ഇന്ന് നമ്മളുടെ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ സ്പോർട്സ് ഡയറക്ടറായിട്ടുള്ള സെബിൻ ഫാദർ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. കൗണ്ടർ കൊറോണ ക്യാമ്പയിൻ. നമുക്കറിയാം 6 മാസമായിട്ട് നിങ്ങൾ വിദ്യാർത്ഥികളും നിങ്ങളുടെ പേരൻസും ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലുള്ള ഒരു 80% ആളുകളും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. അതിന് പ്രധാന കാരണം ഈ കൊറോണ എന്ന മഹാമാരി നമ്മുടെ സമൂഹത്തെ എല്ലാ മേഖലകളിലും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊറോണയെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള സെബിനച്ചൻ്റെ ചോദ്യത്തിന് ഉള്ളൊരു ഉത്തരമായിട്ടാണ് ഈ കൗണ്ടർ കൊറോണ ക്യാമ്പയിൻ നമ്മൾ സഹൃദയയിൽ ആരംഭിക്കുന്നത്. ഇതിൽ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ അധ്യാപകരും അവരുടെ പേരൻസും ഭാഗഭാക്കുകളാകണമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നത്. So, concept of health and fitness. Human beings are vigorous in nature. നമ്മളുടെ ആദിമ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആണ്. അവരെല്ലാം വിഗറസ് ഇൻ നേച്ചർ, വിഗറസ് ആയിരുന്നു, നോട്ട് സഡേറ്റീവ്. ഒരു സ്ഥലത്ത് ഒരുങ്ങിക്കൂടി അവരുടെ ജീവിതം തന്നെ അവർ വളരെ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് നിറഞ്ഞായിരുന്നു. ഒരു പക്ഷേ നാച്ചുറൽ കലാമിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്ന് ഒക്കെ അവർ രക്ഷപ്പെടുത്തുന്നതിനായിട്ട് ആ വിഗറസ്നെസ് അവരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിരുന്നു. സോ ദേ ആർ വെരി വിഗറസ് ഇൻ നേച്ചർ. പിന്നീട് ഇവിടെ ഒരു കാർഷിക സംസ്കാരം വന്നു. മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി. നദീതട സംസ്കാരത്തിൽ അവർ കൃഷി ചെയ്ത് ജീവിതം ആരംഭിച്ചു. അപ്പോൾ ഈ കാർഷിക സംസ്കാരത്തിലും അവർ ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെ അവരുടെ ഈ വിഗറസ്നെസ് അല്ലെങ്കിൽ ഈ ആക്റ്റീവായിട്ടുള്ള ലൈഫ് അവർക്ക് തുടരാനായിട്ട് സാധിക്കുമായിരുന്നു. അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒരു ദിവസം വിത്ത് വിതയ്ക്കാൻ പോകുന്നു, മറ്റൊരു ദിവസം ഉഴാൻ പോകുന്നു, വേറെ ദിവസം കൊയ്യാൻ പോകുന്നു, മറ്റൊരു ദിവസം ചക്രം ചവിട്ടാൻ പോകുന്നു, വേറെ ദിവസം അത് കൊയ്യാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ദൈനംദിന ജീവിത രീതികളിലൂടെയും ആ ബേസിക് ഫിറ്റ്നസ് അല്ലെങ്കിൽ കായികക്ഷമത സ്വായത്തമാക്കാനായിട്ട് അന്നുള്ള ജനസമൂഹത്തിന് കഴിഞ്ഞിരുന്നു. വീട്ടിലുള്ള വീട്ടമ്മമാരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. അന്ന് സാധാരണ ഒരു ഹൗസ് വൈഫ് അവരുടെ വീടുകളിൽ ചെയ്യുന്ന ജോലികൾ തന്നെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പര്യാപ്തമായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ വ്യാവസായിക വിപ്ലവത്തോടു കൂടി നമ്മൾ മെഷീൻ കണ്ടുപിടിച്ചു. നമ്മുടെ ലൈഫ് മെക്കനൈസ്ഡ് ആയി. ആക്ച്വലി മാൻ ഇൻവെന്റഡ് മെഷീൻസ് ഫോർ അസിസ്റ്റിംഗ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സഹായം കിട്ടുന്നതിനായിട്ട് മെഷീൻ കണ്ടുപിടിച്ചു. ബട്ട് ലേറ്റർ ഇൻ പീരിയഡ് the man invented machines are enslaved of completely in all walk of life. നമ്മുടെ ജീവിതത്തിൽ ഈ മെഷീൻ നമ്മളെ എല്ലാ ജീവിത തലങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഈ മെഷീൻ നമ്മളെ അടിമകളാക്കി മാറ്റി. ഇന്നൊന്ന് ചിന്തിച്ച് നോക്കി, ഒന്നല്ലെങ്കിൽ മറ്റൊരു മെഷീൻ്റെ സഹായമില്ലാതെ ഒരു 5 മിനിറ്റ് പോലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ മെക്കനൈസേഷൻ വന്നു, ഡിവിഷൻ ഓഫ് ലേബർ വന്നു. ഒരു ജോലി ചെയ്യുന്ന ആൾ ആ ജോലി തന്നെ 8 മണിക്കൂർ ചെയ്യുന്നു. ആ ജോലിക്ക് വിരസത അനുഭവപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ പഴയ കാർഷിക സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരു രസകരമായിട്ടുള്ള ജോലിക്ക് പകരം ഈ യാന്ത്രിക യുഗത്തിൽ മനുഷ്യൻ നിർബന്ധിതമായി ചെയ്യുന്ന ജോലിയിലൂടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ശാരീരിക കാര്യക്ഷമത നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് മനുഷ്യന് സാധിക്കാമെന്ന് വന്നു. ഇതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ തീർച്ചയായിട്ടും in our rapidly changing society, we need an exercise program, minimum 20 minutes exercise program to maintain our physical fitness and physical strength. നമുക്ക് നിർബന്ധിതവരായിരിക്കണം. നമുക്കതില്ലാതെ ഈ പഴയ നമ്മളുടെ പൂർവികർക്കുണ്ടായിരുന്ന ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മളുടെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിനായിട്ട് ഉള്ള ചില എക്സസൈസ് പ്രോഗ്രാമിൽ നമ്മൾ നിർബന്ധിതമായിട്ടും ഇൻവോൾവ്ഡ് ആവണം. According to World Health Organization, ഈ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്, health is a state of complete physical, mental and social well-being, not merely the absence of disease.
ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായും, മെന്റൽ എന്ന് പറഞ്ഞാൽ മാനസികമായി, സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി, ചുരുക്കി പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ള, ബുദ്ധി കൂർമ്മതയുള്ള, അതോടൊപ്പം തന്നെ ശാരീരിക കാര്യക്ഷമതയുള്ള ഒരു വ്യക്തി എപ്പോഴാണോ സമൂഹത്തിൽ രൂപം കൊള്ളുന്നത്, അതാണ് ആ സമൂഹത്തിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആക്കം കൂട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവുന്ന, അത് അറ്റ് ദ സെയിം ടൈം ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി, അപ്പൊ അസുഖങ്ങളൊന്നുമില്ലാത്ത, മാനസികമായി, ശാരീരികമായി, സാമൂഹ്യപരമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കലാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയല്ല. സോ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് എന്തൊക്കെയാണ്? എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? സോ ഫിസിക്കൽ ഫിറ്റ്നസ് ആർ വെരി എസെൻഷ്യൽ ടു കൗണ്ടർ ദ ഡീജനറേറ്റീവ് ഡിസീസസ് ഓർ ട്രാൻസാക്റ്റബിൾ ഡിസീസസ് ലൈക്ക് കൊറോണ. ഈ കൊറോണ പോലുള്ള മഹാമാരികളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനായിട്ട് നമുക്ക് മാസ്ക് ധരിക്കണം, സംശയമില്ല. നമ്മൾ ഹൈജീൻ പാലിക്കണം, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി വളർത്തുകയും നമ്മുടെ ശാരീരിക കാര്യക്ഷമതയിൽ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കൊറോണ പോലുള്ള വ്യാധികൾ വരുമ്പോൾ നമ്മൾ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നില്ല. സോ വി ഹാവ് ടു എക്യുപ്പ് അവർ സെൽഫ് വിത്ത് ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ്. ഞാൻ ഇന്ന് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൊറോണ ക്യാമ്പയിനുമായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു ബേസിക് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക്, എന്താണ് ഇതിനുള്ള പ്രോഗ്രാംസ്, ഇതൊരു മിനിമം ലെവലിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ സെഷനുമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനറലി ഫിസിക്കൽ ഫിറ്റ്നസ് ക്ലാസിഫൈ ഇൻ ടു 3 കാറ്റഗറീസ്. 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞ ഒരു സാധാരണ വ്യക്തിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ദൈനംദിനം അവരുടെ ജീവിതത്തിൽ വരുന്ന അത്യാവശ്യ ജോലികൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള മിനിമം ശാരീരിക കാര്യക്ഷമത, അതിന് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയാം. എന്നാൽ ചിലർക്ക് ചില ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് മോട്ടോർ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുണ്ട്. മോട്ടോർ സ്കിൽ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിൽ എഫിഷ്യൻസി വരുത്തി അവരേത് ജോലിയാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ ജോലിയിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരിക, സെക്കൻഡ് പാർട്ട്. അതിന് മൂന്നാമത്തേതെന്ന് പറയുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസ്, പൂർണ്ണമായിട്ടും ശാരീരിക സ്ട്രക്ചറിനും ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്. ബട്ട് ടുഡേ ഇൻ ദിസ് സെഷൻ I would like to give more priority to the first one, health related physical fitness. അപ്പോൾ എന്താണ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്? എങ്ങനെയാണ് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നമുക്കറിയാം ഇന്നുള്ള ഈ ഏറ്റവും തിരക്ക് പിടിച്ച ജീവിതത്തിൽ കൂടുതൽ നേരം ഹെൽത്ത് ക്ലബിൽ പോകാനും അതിന് സമയം ചെലവഴിക്കാനും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഒരു ദിവസം ഈ ഒരു പ്രോഗ്രാമിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബേസിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ദ ഫസ്റ്റ് സെഷൻ ഐ വിൽ ടോക്ക് യു സം തിയറി. ഇത് തിയറി പാർട്ട് കുറച്ച് പറയും. ആൻഡ് ദ സെക്കൻഡ് സെഷൻ വി ആർ ഗോയിങ് ടു എ പ്രാക്ടിക്കൽ സെഷൻ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഈ ഫിറ്റ്നസ്സിലേക്ക് വരാൻ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ബേസിക് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് ഈ ബേസിക് ഫിറ്റ്നസ് ക്ലാസ്സുകളിൽ ഈ 2 സെഷനിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ ലെറ്റ് മീ ടു ടോക്ക് യു അബൌട്ട് ദ കമ്പോണൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു ഫിറ്റ്നസ്സാണ് ഈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഫസ്റ്റ് കമ്പോണന്റ്. ദിസ് ഈസ് ദ ക്വാളിറ്റി ദാറ്റ് എനേബിൾസ് വൺ ടു continue engaging in reasonably vigorous physical activities extended period of time and where the required cardiorespiratory adjustment to the activities build up. ചുരുക്കി പറഞ്ഞ ഒരു ജോലി തുടർച്ചയായിട്ട് ക്ഷീണമില്ലാതെ ശ്വാസം തടസ്സമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവിനെ നമുക്ക് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ നമുക്ക് കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് പറയാം. Endurance means the capacity of an individual to engage in an activity for a long period of time. അപ്പോൾ കുറേ നേരം ചെയ്യുന്ന ഒരു പ്രവൃത്തി തടസ്സമില്ലാതെ ക്ഷീണമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യക്തിയുടെ കഴിവ് കൂട്ടിക്കൊണ്ടുവരണം. ഇതിനെ വളരെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം.
എന്താണ് ഈ വൈറ്റൽ കപ്പാസിറ്റി? വൈറ്റൽ കപ്പാസിറ്റി ഇസ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇൻഹേൽ മോർ ഓക്സിജൻ ആൻഡ് എക്സ്ഹേൽ മോർ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനെ പരമാവധി ഉള്ളിലേക്ക് വലിക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പരമാവധി ഒറ്റ നിശ്വാസത്തിൽ പുറത്തുവിടുവാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, അതോടൊപ്പം ഒരു ജോലിയിൽ തുടർച്ചയായിട്ട് തുടർന്നു പോകാനുള്ള കഴിവ്, അത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഏറ്റവും പ്രധാനമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളുടെ ലങ്സിനെ ബാധിക്കുന്ന ഈ കൊറോണ പോലുള്ള മഹാമാരിയിൽ ഈ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് ഉള്ളവർ വളരെ സിമ്പിളായിട്ട് അതിന് സർവൈവ് ചെയ്യും. അതേസമയം ഒരു ആസ്മാറ്റിക് പേഷ്യൻ്റ് ആണ്, ആസ്മയുള്ള ഒരാളാണെങ്കിൽ അവർ വളരെയധികം സഫർ ചെയ്യേണ്ടി വരും. സോ കാർഡിയോ റെസ്പിറേറ്ററി എൻഡുറൻസ് ഈസ് ദ ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ആൻഡ് ദ സെക്കൻഡ് വൺ മസ്കുലർ സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് വേണം. എന്താ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മസ്കുലർ ഫോഴ്സ് വൺ ഈസ് കേപ്പബിൾ ഓഫ് എക്സേർട്ടിങ് ഇൻ എ സിംഗിൾ മസ്കുലർ കോൺട്രാക്ഷൻ. ഒരൊറ്റ തള്ളിൽ കൂടുതൽ ഭാരത്തെ മുന്നോട്ട് നയിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒറ്റ തള്ളിൽ ഒരു വസ്തുവിനെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള കഴിവ്, ഈ മസ്കുലർ കോൺട്രാക്ഷനുള്ള കഴിവിന് നമുക്ക് മസ്കുലർ സ്ട്രെങ്ത് എന്ന് പറയാം. ഞാനതിൽ കൂടുതൽ വിശദീകരിച്ച് പോകണമെന്നില്ല, നിങ്ങൾക്ക് ഏകദേശം അതിനെപ്പറ്റി ക്ലിയർ ആയി. ദെൻ മസ്കുലർ എൻഡുറൻസ്. എന്താ മസ്കുലർ എൻഡുറൻസ്? മസ്കുലർ എൻഡുറൻസ് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ദാറ്റ് എനേബിൾസ് വൺ ടു കണ്ടിന്യൂ എൻഗേജിംഗ് റീസണബിളി വിഗ്രസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ എൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രവൃത്തിയിൽ കുറേ സമയം, ദീർഘനേരം, ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ എൻഗേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ തുടരാനുള്ള വ്യക്തിയുടെ ആർജിത കഴിവിനെ നമുക്ക് എന്ത് പറയാം? ഈ മസ്കുലർ എൻഡുറൻസ് എന്ന് പറയാം. ഇത് നിർബന്ധമായിട്ട് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ആവശ്യമാണ്. ഒരു കയറ്റം കയറുമ്പോൾ പെട്ടെന്ന് കിതയ്ക്കാതിരിക്കുക, അത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുക. ഒരു 12 minutes റൺ ആൻഡ് വാക്ക്, ശരിക്കും ഒരു ഫിസിക്കൽ ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 12 minute തുടർച്ചയായിട്ട് നടക്കാനും ഓടാനും കഴിയുക. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള കഴിവിന് നമുക്ക് മസിലുകൾക്ക് ക്ഷീണമില്ലാതെ ഒരു പ്രവൃത്തി കുറേ ദൂരം എന്തോരം ചെയ്യാൻ പറ്റുമോ ആ വ്യക്തിയുടെ കഴിവിന് നമുക്ക് മസ്കുലർ എൻഡുറൻസ് എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. പേര് കൊണ്ട് തന്നെ, ആ പടം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി. It is the ability of the muscles to perform movements freely in its large extended through a full range of motion. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നീങ്ങുവാനും ചലിക്കുവാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, ഇത് നിർബന്ധമായിട്ടും നമുക്ക് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ നാലാമത്തെ ഒരു ഉപഘടകമായിട്ടുള്ള കമ്പോണന്റ് ആയിട്ട് കടന്നു വരുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ body composition. What is body composition? Body composition results from aerobic activity, strength and training and proper diet. ഈ ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബോഡി കൂടുതലുള്ളവർ, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു കാൽക്കുലേറ്റ് ബോഡി മാസ് ഇൻഡെക്സ്. ചുരുക്കി പറഞ്ഞ ഒരു വ്യക്തിയുടെ ഉയരത്തിനനുസരിച്ച്, ഏജിനനുസരിച്ച് ആ വ്യക്തി അദ്ദേഹത്തിന്റെ വെയിറ്റ് ജീവിതകാലം മുഴുവൻ, ഒരു 18 വയസ്സിന് അല്ലെങ്കിൽ 20 വയസ്സിനൊക്കെ ശേഷം ആ ശരീര വെയിറ്റ് നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഓരോ വ്യക്തികളും അവർ ജീവിതകാലം മുഴുവൻ അവരുടെ ഹൈറ്റിനും ഏജിനും അനുസരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു വെയിറ്റ് ഉണ്ട്, ഒരു ഹെൽത്തി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി വെയിറ്റിൽ തുടരുക. നേരത്തെ കാണിച്ചതുപോലെ ഓവർ ബോഡി വെയിറ്റ് വന്ന് ഫാറ്റി ആവാതിരിക്കുക. അല്ലെങ്കിൽ ഹിയർ യു ക്യാൻ സീ എ ഡയഗ്രാം. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം അണ്ടർ വെയിറ്റ്, ഹെൽത്തി വെയിറ്റ്, ഓവർ വെയിറ്റ്, ഒബീസ്, വെരി ഒബീസ്. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ BMI ബോഡി മാസ് ഇൻഡെക്സ് ചാർട്ട് ഫോർ മെൻ ആൻഡ് വുമൺ സെപ്പറേറ്റ്ലി യു വിൽ ഗെറ്റ്. അപ്പോൾ അതൊന്ന് നോക്കി അറിയാം. അപ്പോൾ ഈ ഹെൽത്തി വെയിറ്റിൽ തുടരാനുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, ഹെൽത്തി വെയിറ്റിൽ മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി, ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള 5 ഘടകങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ് ടു ഡെവലപ്പ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം, ഒരു വ്യക്തിക്ക് എങ്ങനെ അത് ആർജിക്കാം, അത് എന്ത് ആക്ടിവിറ്റിയിലൂടെ നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് ക്ലബ്ബിൽ പോകാൻ പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ള സ്ഥലത്തേക്ക് തുറസായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പം ഒന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത് വീടിനുള്ളിൽ. അപ്പോൾ ഒരു വീടിൻ്റെ ഒരു റൂമിനുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സെഷൻ്റെ ഈ അടുത്ത ഭാഗം. ഇത് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സെഷനാണ്. നിങ്ങൾക്കറിയാം, ഇത് ഒരു വാക്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ക്ലാസ്സിലൂടെ പറഞ്ഞു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ദ സെക്കൻഡ് സെഷൻ വിൽ ഗോ ടു ദ ഗ്രൗണ്ട് ആൻഡ് ദ നെക്സ്റ്റ് സെഷൻ വിൽ ഗോ ഫോർ എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. എനിവേ, ഇതിനെപ്പറ്റി ഒരു ഇൻട്രഡക്ഷൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ദ ഫസ്റ്റ് വൺ, ആക്ടിവിറ്റീസ് ടു ഡെവലപ്പ്
physical. There are different methods and means for fitness development. ഇഷ്ടംപോലെ പല രീതികളിലൂടെയും ഈ ഫിറ്റ്നസ് ഡെവലപ്മെന്റ് നമുക്ക് നടത്താം, ഒരു സംശയമില്ല. The first one can choose as per his needs that best for its requirement and capabilities. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തി പ്രധാനമായിട്ടും മനസ്സിൽ കരുതേണ്ട ഒരു 2-3-4 കാര്യങ്ങൾ. ഏജ് ഒരു ഫാക്ടറാണ്, ഫിസിക്കൽ കണ്ടീഷൻ ഒരു ഫാക്ടറാണ്, അവരുടെ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടായിരിക്കണം ഒരു വ്യക്തി ഈ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു സാധാരണ തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ബേസിക് ഫിറ്റ്നസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, ഇന്ന് വരെ ചെയ്യാത്തവർക്ക്, ഇന്ന് വരെ ഒരു ഫിറ്റ്നസ്സിൽ പങ്കെടുക്കാത്തവർക്ക് ഒക്കെ എങ്ങനെ ഈ ബേസിക് ഫിറ്റ്നസ് ലെവലിലേക്ക്, ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് കടന്നു വരാം എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം തേടലാണ് ഇനിയുള്ള ഈ സെഷന്റെ ഭാഗം. ദ ഫസ്റ്റ് വൺ ഈസ് വാക്കിംഗ്. വെരി കോമൺ. ഹാർട്ടിനൊക്കെ പെട്ടെന്ന് ബ്ലോക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ നമ്മൾ പോയി കാണും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ എന്ന് മുതൽ നടക്കാൻ പോകണമെന്ന് പറയും. അപ്പോഴാണ് നടന്നു തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ഈ നടത്തം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഫിറ്റ്നസ് പ്രോഗ്രാം അവസാനിക്കുന്നില്ല. വാക്കിംഗ് ഓഫ് കോഴ്സ് ഗുഡ്, ഒരു സംശയമില്ല. വാക്കിംഗ് എന്നുള്ളത് ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ആദ്യ പടിയാണ്. എന്താ ഈ ആദ്യ പടിയിൽ വരുന്നത്? വാമിംഗ് അപ്പ്. ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ചൂടാക്കാതെ ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ശരീരം ഇൻവോൾവ് ചെയ്യാൻ അനുവദിക്കരുത്. സോ വാമിംഗ് അപ്പ് ഈസ് ദ പ്രീ റിക്വസിറ്റ് ഫോർ എനി വിഗറസ് മസ്കുലർ ആക്ടിവിറ്റി ദാറ്റ് വി ആർ ഗോയിങ് ടു എൻഗേജ്. നമ്മൾ എൻഗേജ് ചെയ്യാൻ പോകുന്ന ഏത് ആക്ടിവിറ്റി ആയാലും അതിനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന മസിലുകൾ വാമിംഗ് അപ്പും അതോടൊപ്പം സ്ട്രെച്ചിങ്, വലിക്കൽ, ഈ 2 കാര്യങ്ങളും നടന്നില്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ആൻ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യുന്നതിന്, ഇഞ്ചുറി ഇല്ലാതാക്കുന്നതിന് നമ്മൾ ഏത് ആക്ടിവിറ്റി പോകുന്നതിന് മുമ്പും ഈ വാമിംഗ് അപ്പ് നടത്തണം. ബോഡിയെ ചൂടാക്കണം. പാസീവ് വാമിംഗ് അപ്പ് ഉണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ വളരെ തണുപ്പുള്ള രാജ്യങ്ങളിൽ അവർ വാമാവാൻ ചെയ്യുന്നത് ഒരു സ്റ്റീം ബാത്ത് നടത്തും, അല്ലെങ്കിൽ ഒരു സ്റ്റീം നിറച്ച വായു നിറച്ച റൂമിലേക്ക് കയറി വാമാവും. ഇവിടെ നമുക്ക് ഉഷ്ണരാജ്യമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. സോ വി ആർ യൂസിങ് ദ വാക്കിംഗ് ഫോർ വാമിംഗ് അപ്പ്. വാമിംഗ് അപ്പ് ഒരു നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ് ഈ നമ്മളുടെ വാക്കിംഗ്. വാക്കിംഗ് ഈസ് പ്യുവർലി എയറോബിക്. എയറോബിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കൂടുതൽ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടാനും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുവാനും ഒക്കെ ബേസിക് ആയിട്ട് ഒരു സാധാ വ്യക്തിക്ക്, അതായത് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് നാച്ചുറൽ വാക്കിംഗ്. സ്റ്റൈലൊന്നുമില്ല. പക്ഷെ ചിലർ വാക്കിംഗ് നടക്കുമ്പോൾ കൈ ഇങ്ങനെ ആവശ്യത്തിലധികം വീശി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം, സാധാരണ നടക്കുന്നത് പോലെ. വാക്കിംഗ് ഈസ് ആൻ എക്സലന്റ് എക്സസൈസ് ഫോർ ഹാർട്ട് ആൻഡ് ആർട്ടീരിയൽ സിസ്റ്റം ഓഫ് ദ ബോഡി. ഇതൊരു എക്സലന്റ് എക്സസൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നിറഞ്ഞ ബ്ലഡിനെ ഹൃദയത്തിലൂടെ പമ്പ് ചെയ്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിനുള്ള നല്ലൊരു ആർട്ടീരിയൽ സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള നല്ലൊരു എക്സസൈസ് പ്രോഗ്രാമാണ് ഈ വാക്കിംഗ് എന്ന് പറയുന്നത്. ഹാർട്ട് ആൻഡ് ആർട്ടീരിയൽ സിസ്റ്റം ഇറ്റ്സ് എ പ്യുവർ. അതോടൊപ്പം തന്നെ നമുക്ക് ലങ്സിലേക്കുള്ള ഏറ്റവും നല്ലൊരു എയറോബിക് ആക്ടിവിറ്റി കൂടിയാണ് ഈ വാക്കിംഗ്. ഏറ്റവും ബേസ് ലെവലിൽ നിൽക്കുന്നത്. നമുക്ക് ഒരു പടി കൂടി ഒന്ന് പോകും. അപ്പോൾ വാക്കിംഗ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ് ഫോർ വാമിംഗ് അപ്പ്. ഇതിലെ ഈ വാക്കിംഗ് തന്നെ പല രീതികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള വാക്കിംഗ് ഇപ്പോൾ വളരെ ഏജ്ഡ് ആയിട്ടുള്ളവർ, ഇപ്പം ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ച ഏജ്ഡ് ആയിട്ടുള്ളവരുടെ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണ വാക്കിംഗ് പറ്റുള്ളൂ. ബട്ട് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് വാക്കിംഗ് ഈസ് ബ്രിസ്ക് വാക്കിംഗ്. ഞാനത് നാളെ ഗ്രൗണ്ടിൽ എൻ്റെ കുട്ടികളുടെ സഹായത്തോട് നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കാം. എനിവേ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാം. എത്ര കണ്ട് ക്ലാരിറ്റി വരുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്കൊന്ന് കാണാം. എന്താണ് ബ്രിസ്ക് വാക്കിംഗ് ടെക്നിക് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ആൻ എയറോബിക് ആക്ടിവിറ്റി. ഏറ്റവും നല്ലത് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യില്ല. വി കനോട്ട് കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഈ ബ്രിസ്ക് വാക്കിംഗ് നമുക്ക് കൂടുതൽ നേരം തുടരാനായിട്ട് സാധിക്കില്ല, കാരണം നല്ല കാലിൻ്റെ അവിടെയൊക്കെ നല്ല പെയിൻ. പക്ഷേ വെരി ഗുഡ് എക്സസൈസ് പ്രോഗ്രാം ബ്രിസ്ക് വാക്കിംഗ്. ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. Brisk walking is a popular aerobic activity suitable for all ages. Brisk walking benefits your health, is safe, and can be done almost anywhere and anytime. This video will teach you how to brisk walk. Having the correct technique is important. The right technique will not only prevent injuries, they will help you walk faster and longer. Let's begin by looking at some common mistakes that people make while they brisk walk. As you have noticed, she was swinging her arms across the center line and twisting her waist. You should not swing your arm across the center line of your body or twist your waist from side to side.
you should be bending your elbows roughly 90 degrees while swinging your arms. Your hands should also be loosely clenched. This is how you should swing your arms. Let's continue walking. Another common mistake is lifted and tense shoulders. Notice she is crouching forward and looking downward. Instead, you should keep your shoulders relaxed so that you will not strain your neck. You should keep your back straight and look forward as you walk. That's it for the upper body. Next, let's look at how our legs should be moving while brisk walking. Notice how her heel strikes the ground as she steps forward. Your foot should roll off from your heel towards your toes and push off from the balls of your foot. That's it for our legs. Now let's look at the correct brisk walking technique. Her arms are swinging without crossing the center line of her body, and she's not twisting her waist from side to side. Her elbows are also bent roughly 90 degrees and her hands are loosely clenched. She's looking forward with her back straight and shoulders relaxed. She's walking comfortably, not stepping too far and not too short. Her heels are striking the ground first as she steps forward and push off with the balls of her feet. You will usually encounter slopes while brisk walking. So now let's look at how to walk up a slope. While walking up a slope, you should lean slightly forward to help you balance better. Keep your back straight as you would when you are walking on flat ground. Also avoid looking up the slope so you will not strain your neck, and take smaller steps. Let's see how to walk down a slope. Similar to walking on flat ground, keep your back straight to help you balance better. Reduce your speed and take smaller steps. Also bend your knees to help reduce impact to your joints. Now that you have learned the correct brisk walking technique, do remember to practice them when you are Then brisk walking technique ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൈയുടെ ചലനവും അതുപോലെ ഇറ്റ്സ് എ ഹീൽ ടു ഹീൽ കോണ്ടാക്ട്. എനിവേ the ground I will show you again the correct way of brisk walking. The second one, jogging. Now we are talking about the warming up. Warming up is the prerequisite for any vigorous muscular activity. ഏത് vigorous muscular activityയിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുന്നതിന് മുൻപും ഈ വാർമിംഗ് അപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. അതിനുശേഷം സ്ട്രെച്ചിങ് ചെയ്യണം. അപ്പോൾ ദ ജോഗിങ് ഈസ് എ വെരി ഗുഡ് വാർമിംഗ് അപ്പ് എക്സസൈസ്. കുറച്ചുകൂടി റേഞ്ച് കൂടി, അതായത് ഈ ബ്രിസ്ക് വാക്കിങ്ങിനായാലും കുറച്ചുകൂടി ഇപ്പോൾ ചെറുപ്പക്കാരായാലും മറ്റുള്ളവരായാലും ഇപ്പോൾ ഈ ജോഗിങ് എന്നുള്ളതാണ് നമുക്ക് ഈ വാർമിംഗ് അപ്പിനുള്ള ഏറ്റവും നല്ലൊരു പ്രതിവിധി. സെൻറ്റർ ക്ലോസ് ആയിട്ട് കൈ വെച്ചതിന് ശേഷം ഗ്രൗണ്ടിലൂടെ ടോയിൽ ഓടുന്ന, അത് ഞാൻ ഡെമോൺസ്ട്രേഷനിലൂടെ അടുത്ത സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പ്രാക്ടിക്കൽ സെഷൻ ഈസ് വെരി എസെൻഷ്യൽ ടു ഫെമിലറൈസ് യു. അപ്പോൾ അത് നമുക്ക് ആ പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ജോഗിങ് ആണ്. ജോഗിങ് ഈസ് എ വെരി ഈസി റണ്ണിങ് ആൻഡ് എലിമെൻ്ററി എക്സസൈസ് പ്രോഗ്രാം ടു ഡെവലപ്പ് ജനറൽ ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ ജനറൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് എക്സസൈസ് പ്രോഗ്രാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് വാർമിംഗ് അപ്പ്, സോറി, ബ്രിസ്ക് വാക്കിംഗ് ആൻഡ് ജോഗിങ്. മിനിമം ബ്രിസ്ക് വാക്കിംഗ് ആൻഡ് ജോഗിങ്. സോ ദിസ് ഈസ് ഫോർ വാർമിംഗ് അപ്പ്. ഇനി ഇത് ചെയ്യാത്തവർക്ക് വേറെ മറ്റുള്ള പ്രവൃത്തികളിലൂടെയും ഈ വാർമിംഗ് അപ്പ് നടത്താം. ഇപ്പോൾ സൈക്ലിംഗ് ഈസ് വെരി ഗുഡ് വാർമിംഗ് അപ്പ് എക്സസൈസ്. എയറോബിക് ആക്ടിവിറ്റീസ് ഓർ ഇപ്പോൾ മറ്റുള്ള സാധാരണ ജോലികൾ അല്ലെ ഡാൻസിങ് ഒക്കെ ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ ചൂടാക്കിയിട്ട് വേണം എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, നമ്മൾ ചെയ്യുന്ന ഏത് വിഗറസ് മസ്കുലർ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. വീട്ടിൽ പെട്ടെന്നൊരു ഗ്യാസ് കുറ്റി വന്നു, പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ശബ്ദം കേൾക്കും ഇവിടെ അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഉള്ള ഇഞ്ചറിക്കുള്ള സാധ്യതകൾ കൂടാനുള്ള പ്രധാന കാരണം ആ മസിൽ നമ്മൾ നേരത്തെ സ്ട്രെച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ട്രെച്ചിങ് ആൻഡ് വാർമിംഗ് അപ്പ് ഈസ് എ പ്രീറിക്വസിറ്റ് ഫോർ എനി വിഗറസ് മസ്കുലർ ആക്ടിവിറ്റി ബട്ട് വി ആർ ഗോയിങ് ടു എൻഗേജ് ലേറ്റർ. സോ എയറോബിക് ആക്ടിവിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സൈക്ലിംഗ് ഉപയോഗിക്കാം, മറ്റുള്ള പല ആക്ടിവിറ്റീസ് നമുക്ക് അതിലേക്ക് ഈ വാർമിംഗ് അപ്പിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ദെൻ ആഫ്റ്റർ ദ വാർമിംഗ് അപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഹെഡ് ടു ഫീറ്റ് ആൻഡ് എക്സസൈസ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ദിവസവും നമ്മൾ എൻഗേജ്ഡ് ആകുന്ന ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള തല മുതൽ കാല് വരെ അല്ലെങ്കിൽ കാല് മുതൽ തല വരെയുള്ള കുറച്ച് എക്സസൈസ് പ്രോഗ്രാം ഉണ്ട്. അതിനുശേഷം ഇനി എക്സസൈസ് നമുക്ക് ദിവസവുമുള്ള നമ്മുടെ ജോലിക്കിടയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന മസിലുകൾക്ക് ഉള്ള സ്ട്രെച്ചിങ്സ്, അത് വലിക്കുന്നതിനുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം അധികരിച്ചു. നമ്മളുടെ ഈ ഒരു സെഷൻ ഈ തിയറി സെഷൻ ഞാനിവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനിയുള്ളത് പ്രാക്ടിക്കൽ സെഷനാണ്. എൻ്റെ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി ഈ പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് എങ്ങനെ ഒരു വാർമിംഗ് അപ്പിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും,
എങ്ങനെയാണ് ഒരു ഹെഡ് ടു ഫീറ്റ് എക്സസൈസ് പ്രോഗ്രാം ചെയ്യേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് ബേസിക് സ്ട്രെച്ചിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സോ don't forget every day we have to engage in 20 minutes health related physical fitness activity daily. അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയുന്നതിനും അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും എൻ്റെ കുട്ടികളോടൊപ്പം അടുത്ത ക്ലാസ്സിൽ ഞാൻ എത്തിച്ചേരാൻ താങ്ക് യു.